Good morning. Welcome back to our class. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സെക്കൻഡ് മെത്തേഡായ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന പാർട്ടാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡായ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. അപ്പം എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറഞ്ഞാൽ? സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് a+b ഹോൾ സ്ക്വയർ എന്നൊരു ഇത് പഠിച്ചില്ലേ നമ്മൾ സ്കൂളിൽ? a+b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. ഈ രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷനെ മാറ്റണം. അപ്പോൾ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒന്നിലധികം ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിൽ എന്താണ്? തന്ന ഇക്വേഷനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്? അതിന് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ടെണ്ണമായിരുന്നു, ഒന്ന് സിയും ബിയും അല്ലേ? ഇവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബി ആണ്. ഇവിടെ സിക്ക് വേണ്ടത്ര പരിഗണന ഇല്ല. ഒറ്റ സ്റ്റെപ്പിൽ സിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽറ്റിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ബാക്കി വരുന്ന ബി, ഈ ബി ആണ് ഈ കഥയുടെ നായകൻ എന്ന് പറയുന്നത്. ഈ ബി എന്താണ്? ആ ബിയുടെ വാല്യൂ ജസ്റ്റ് ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? പേപ്പറിൽ സൈഡിൽ b/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുക. b/2 ഹോൾ സ്ക്വയർ. എന്താ b/2 എന്നല്ലേ? b/2 എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ ആ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ. അതാണ് സ്ക്വയർ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയുന്നത്. ബിയുടെ വാല്യൂ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബിയുടെ വാല്യൂ എത്രയാണോ അതിന്റെ ഹാഫ് എടുക്കുക, എന്നിട്ട് അത് സ്ക്വയർ ചെയ്യുക. അതാണ് b/2. അപ്പം ഇത് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, അതാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ഈക്വൽറ്റിന്റെ അപ്പുറവും ഇപ്പുറവും ഈ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് ആഡ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണാത്ത ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ എയുടെ വാല്യൂ 1 ആയിരുന്നു അല്ലേ? പക്ഷെ ഇനി അങ്ങോട്ട് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ 2ഓ 3ഓ 5ഓ 8ഓ എത്ര വേണമെങ്കിലും വരാം. എത്ര വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡ് ഫോർമുലേക്ക്, അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എ എന്നാണ് 1 എന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റണം. അത് ഫാക്ടറൈസേഷൻ മെത്തേഡിലാണെങ്കിലും ശരി, സ്ക്വയർ റൂട്ടിലാണെങ്കിലും ശരി, അതല്ല അവസാനം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഫോർമുല ആണെങ്കിലും ശരി, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1നേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷന്റെ മൊത്തം ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എയുടെ വാല്യൂ 1 ആക്കണം. അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താക്കണം? 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ ഫാക്ടറൈസേഷൻ ആണെങ്കിലും മറ്റു മെത്തേഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് എങ്ങനെയാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ റൂട്ട് എന്നുള്ളത് അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 6x മൈനസ് 14 ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു.
അല്ലേ? രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് സിയും അതേ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് ബിയും. ഓക്കെ, അപ്പോൾ ചില കേസിൽ നമ്മൾ എത്ര നോക്കിയാലും ആ റിലേഷൻഷിപ്പ് സെറ്റ് ആവില്ല. എത്ര സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ, ഇപ്പോൾ 14 -14 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ -1 × 14 ചെയ്യണം, അല്ലെങ്കിൽ 1 × -14 ചെയ്യണം, അതും അല്ലെങ്കിൽ 7 × -2 -14, അതും അല്ലെങ്കിൽ -7 × 2 14 അല്ലേ? -14 കിട്ടാൻ ഈ 4 ഓപ്ഷനേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷനിൽ. പക്ഷേ എന്താണ്, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മാത്രം പോരല്ലോ, ആഡ് ചെയ്താൽ 6ഉം കൂടെ കിട്ടണം. 1ഉം 14ഉം എങ്ങനെ കൂട്ടിയാലും 6 കിട്ടില്ല. 7ഉം 2 എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും 6 കിട്ടില്ല. അപ്പോൾ ചില കേസിൽ അപ്പോൾ ഇക്വേഷൻ തരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഒന്ന് നോക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യന് പറയണം സോൾവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കുക, പ്രത്യേകിച്ച് ഒരു മെത്തേഡും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഈ ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ബിയും സിയും തമ്മിൽ നമ്മൾ പറഞ്ഞ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ആഡ് ചെയ്ത് കിട്ടുമ്പോൾ ഈ രണ്ട് സംഖ്യകൾ കിട്ടുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, നേരെ ആ മെത്തേഡിൽ ചെയ്യാം. സപ്പോസ് ചില കേസിൽ ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ റിലേഷൻ കിട്ടില്ല. കാരണം ഇവിടെ ഇനി എങ്ങനെ ആഡ് ചെയ്താലും രണ്ട് സംഖ്യകൾ ആഡ് ചെയ്താലും 6ഉം അതേ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലും 14 -14ഉം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് യൂസിങ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു b/2² ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ, സൈഡിൽ b/2² എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ b/2² എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. b/2² എത്രയായിരിക്കും, ഇവിടെ b എത്രയാണ്? അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത് a = 1, b = 6, c = -14. ആദ്യം തന്നെ ABC എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. അപ്പം അതിനെന്താണ് b/2² b എത്രയാണ്? 6/2. അപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്ത് ഈ /2² എന്ന് ചെയ്താൽ ഒരേ ആൻസർ തന്നെയല്ലേ വരിക എന്നുള്ളത്. അല്ല, കാരണം 6ന്റെ ഹാഫ് എത്രയാണ്? 3 ആണ്. 6ന്റെ ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. ആ 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും /2² എന്തല്ല ഈക്വൽ ആവാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ പറയും 4/2 2ന്റെ സ്ക്വയർ 4 ആണ്. അത് എല്ലാ കേസിലും എന്തല്ല അപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 2 മാത്രമാണ് അതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ 6/2² 6/2 എന്ന് പറഞ്ഞാൽ 3² എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 6/2² 9. അപ്പോൾ ഈ 9 എന്ത് ചെയ്യണം, ഈ 9 ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ മാറ്റി എഴുതണം. x² + 6x. ഈ -14 തൽക്കാലം നമ്മൾ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ സി, അവിടെ പ്രത്യേകിച്ച് സിക്ക് എന്തില്ല, ഒരു റോളില്ല. അതുകൊണ്ട് ആ സീനെ നമ്മൾ ഈക്വലിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -14 ഈക്വലിന്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും, +14 ആവും. അപ്പോൾ ഇക്വേഷൻ x² + 6x = 14 എന്നായി. ഇനി ചെയ്യേണ്ടത് നമ്മളിവിടെ കണ്ടുവെച്ച ഈ b/2² ഉണ്ടല്ലോ, ആ b/2² രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, തിയറി ഓഫ് ഇക്വേഷനിൽ നമ്മൾ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എന്ത് ആഡ് ചെയ്താലും അതേ സംഗതി ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്താലും അതേ സംഗതി എവിടെ ചെയ്യണം, റൈറ്റ് സൈഡിൽ ചെയ്യണം. അപ്പോഴേ അത് ബാലൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 9 നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ആഡ് ചെയ്യണം. അപ്പം ആഡ് ചെയ്യുന്നതിന് പകരം 9 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഫോർമാറ്റിൽ തന്നെ ആഡ് ചെയ്യാം. b/2² b/2² എന്ന് പറയുന്നത് എത്രയായിരിക്കും, ജസ്റ്റ് നോക്കിയപ്പോൾ x² + 6x അല്ലേ, പ്ലസ് 6/2 സ്ക്വയർ എന്ന് പറയുന്നത് 3². ഓക്കെ,
3 square is equal to 14 plus 3 square. രണ്ട് സൈഡും ആഡ് ചെയ്തു. ഇവിടെ എത്രയാണ് ആഡ് ചെയ്തത് അത് തന്നെ ഇപ്പുറത്തും ആഡ് ചെയ്തു. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 is equal to 14 പ്ലസ് 9. ഇപ്പുറത്തെ 9 അപ്പുറത്തെ 9. അപ്പോൾ എന്താണ് ഈക്വൽ ആയി. ഇനി ഇതിനെ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് മോഡലാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞ a പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? ഇവിടെയോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളിവിടെ സ്ക്വയർ ഇട്ടത് അതിനാണ്, അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളിവിടെ ഈ b/2 സ്ക്വയർ അങ്ങനെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് 9 എന്ന് പറയുന്നത് ബി സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ 3, ബി ആണ് 3. ഇവിടെ 2ab ആണ്, 2ab. 2ab എന്ന് പറയുന്നത് 2 into 3 into 1. ഇവിടെ a 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഒരു പാർട്ട് എന്തായി? നമ്മൾ പറഞ്ഞ ആ ഒരു ഡിവിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കൺവേർഷനിലേക്ക് എത്തി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ ഈക്വൽ ടു അപ്പുറത്ത് എത്ര ആണ്? 14 പ്ലസ് 9 25. ഓക്കെ, ഇനി 25 ആയി. ഇതെന്താണ്? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ക്വയർ ഒഴിവാക്കണം. ഇപ്പോൾ അതാണ് എന്ത്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ. നമ്മൾ സ്ക്വയർ വരെ എത്തി. ഇനി ആ സ്ക്വയർ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഒഴിവാക്കണം. ആ സ്ക്വയർ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കുക? ഈ പാത്ത് സ്ക്വയർ ഒഴിവാക്കുമ്പോൾ, അതായത് ഇപ്പം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 ഇതാണ് നമുക്ക് കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ഒഴിവാക്കണം. സ്ക്വയർ ഒഴിവാക്കുമ്പോൾ റൂൾ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് സ്ക്വയർ ഒഴിവാക്കിയാൽ ഈ സ്ക്വയർ നേരെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ എന്താവും? റൂട്ട് 25 എന്നുള്ളത്. ഇവിടുത്തെ സ്ക്വയർ ഒഴിവാക്കിയാൽ ഈക്വൽ ടു അപ്പുറത്തുള്ള സംഖ്യയുടെ എന്ത് കാണണം? റൂട്ട് കാണണം. അതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. എക്സ് പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് 25 എത്രയാണ്? 5 into 5 25. റൂട്ട് 25 5. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 25ന് രണ്ട് സംഖ്യ ഉണ്ടാവും. പ്ലസ് 5ഉം റൂട്ട് 25ന്റെ വാല്യൂ ആണ്, മൈനസ് 5ഉം റൂട്ട് 25ന്റെ വാല്യൂ ആണ്. കാരണം 5 into 5 പ്ലസ് 5 into പ്ലസ് 5 25, മൈനസ് 5 into മൈനസ് 5 എത്രയാണ്? അതും 25 ആണ്. അപ്പോൾ എന്താണ്? സ്ക്വയർ റൂട്ടിന് എപ്പോഴും രണ്ട് വാല്യൂ ഉണ്ടാവും. ഒരു പ്ലസ് വാല്യൂ ഉണ്ടാവും, ഒരു മൈനസ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു പ്ലസ് 4 മൈനസ് 5. അതിനെ നമ്മൾ ഈ 3നെ ഈക്വൽ ടു അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്തോ മൈനസ് ആവും അല്ലേ? മൈനസ് 3 പ്ലസ് 4 മൈനസ് 5. അപ്പോൾ ഈ പ്ലസ് 4 മൈനസ് 5നെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 5 എന്ന് എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3 മൈനസ് 5 എന്ന് എഴുതാം. അതാണ് എക്സ് പ്ലസ് 4 മൈനസ് 5 എന്ന് പറയുന്നത്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിന് എത്ര വാല്യൂ ഉണ്ടാവും? രണ്ട് വാല്യൂ ഉണ്ടാവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 5 2. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3 മൈനസ് 5 മൈനസ് 8. ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു. ഇതിന് ബിയും സിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്തു? ഈ സിനെ ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈ ബിയുടെ ഹാഫിൻ്റെ സ്ക്വയർ, സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ആഡിങ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അതാണ് 3 സ്ക്വയർ. 3 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഈ 3 സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ എന്തായി? ഇത് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറി. മനസ്സിലായി? ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറിയപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 എന്ന്. അപ്പോൾ ആ സ്ക്വയർ ഒഴിവാക്കണം. ഒഴിവാക്കണമെങ്കിൽ
രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യണം? റൂട്ട് കാണും. ഓക്കെ, അതായത് ഈ സ്ക്വയർ ഒഴിവാക്കുന്നതിന്റെ മെക്കാനിസം രണ്ട് ഭാഗത്ത് എന്താണ്? റൂട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഭാഗത്ത് റൂട്ട് ഇടുമ്പോൾ എന്തായി? ഇവിടുത്തെ ഈ സ്ക്വയർ പോയി 25ന്റെ സ്ക്വയർ റൂട്ട് 5 എന്നായി. അപ്പം എക്സിന് ഈ റൂട്ട് സംഖ്യയ്ക്ക് എപ്പോഴും രണ്ട് വാല്യൂ ഉണ്ടാവും. ഒരു പ്ലസ് വാല്യൂ ഉണ്ടാവും, ഒരു മൈനസ് വാല്യൂ ഉണ്ടാവും. -3 + or -5 അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ എക്സ് ഇസ് ഈക്വൽ ടു -3 + 5, എക്സ് ഇസ് ഈക്വൽ ടു -3 -5. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2, എക്സ് ഇസ് ഈക്വൽ ടു -8. അപ്പോൾ എപ്പോഴും എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിന് രണ്ട് വാല്യൂ ഉണ്ടാവും. ഓക്കെ, ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്തൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിളിൽ ഒരു എക്സാമ്പിൾ 2x² - 3x 7x = 5. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 2 ആണ് അല്ലേ? ആക്ച്വലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താവണം? 1 ആവണം. ക്ലിയർ? അപ്പോൾ ആ 1 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൊത്തം ഇക്വേഷനിൽ ഈ 2നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൊത്തം ഇക്വേഷൻ, അപ്പോൾ ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു ഇക്വേഷൻ രൂപത്തിലാക്കുക. ഈ +5 ഇങ്ങോട്ട് വരുമ്പോൾ -5 = 0. അത് അവസാനം നമ്മൾ സീനെ വീണ്ടും അങ്ങോട്ട് തന്നെ തട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു എന്താ പറയുക, കോമൺ മെത്തേഡിൽ നമ്മൾ മാറ്റണം. അപ്പോൾ ഇതിൽ 2x² - 7x - 5 = 0 എന്നാണ്. ഇതിൽ ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2 ഒഴിവാക്കണമെങ്കിൽ മൊത്തം ഇക്വേഷനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഇവിടെ ഏത് സംഖ്യ വരുന്നു അത്രയും സംഖ്യ കൊണ്ട് ഈ മൊത്തം ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² / 2, 2x² / 2 എന്ന് പറയുമ്പോൾ എന്തായി? x² - 7/2x - 5/2 = 0. ഇനി എന്ത് ചെയ്യാം? ഈ സീനെ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കാം. x² - 7/2x = -5/2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +5/2. ഇനി ഇവിടെ b എത്രയാണ്? a എത്രയാണ്? 1, b -7/2, c -5/2. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ a, b, c എന്ത് ചെയ്യാം? മാർക്ക് ചെയ്ത്. ഇനി x² - 7/2 x = -5/2 എന്നാണ്. ഇതിനെന്ത് ചെയ്യണം? b/2 സ്ക്വയറിലേക്ക് നമ്മൾ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ b എത്രയാണ്? -7/2 ആണ്. ഓക്കെ, അപ്പം b = -7/2 ആണ്. അപ്പോൾ b/2 -7/2/2 -7/4. അപ്പോൾ b/2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? -7/4 ഹോൾ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ b/2 സ്ക്വയർ -7/4 സ്ക്വയർ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ b/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് -7/4 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൈനസ് സിമ്പിൾ എന്ത് ചെയ്യാം? ഒഴിവാക്കാം. മൈനസിന്റെ ആവശ്യമില്ല. അപ്പോൾ b/2 കണ്ടു കഴിഞ്ഞാൽ അടുത്ത എഴുതേണ്ട സെന്റൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആഡിങ് സ്ക്വയർ ഓഫ് half of the coefficient of x on both sides. ഈ ഡയലോഗ് പ്രത്യേകം എഴുതി വെക്കണം. ഈ ഡയലോഗ് പ്രത്യേകം എന്ത് ചെയ്യണം? നമ്മളതിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? x² - 7/2x adding on both sides ആണ് plus 7/4 whole square is equal to 5/2 plus 7/2 7/4.
ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് ഇതിലിപ്പോൾ എന്തായി? a minus b all square എന്നുള്ളൊരു ഫോർമാറ്റിലേക്കായി a square minus 2ab plus b square. അപ്പോൾ നോക്കിയിട്ട് x square minus 7/2 x plus 7/4 all square. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ b എങ്ങനെ എടുക്കും എന്ന് നോക്കുമ്പോൾ 7/2 ഇടുക. ഈ നമ്മൾ സ്ക്വയർ ഇട്ടിരിക്കുന്നില്ലേ, ഈ സ്ക്വയറിന്റെ ഉള്ളിലുള്ള വാല്യൂ അതെടുക്കുക. ഇവിടുന്ന് ഒരു എക്സ് കൊടുക്കുക. എക്സ് ഇവിടെ മൈനസ് അല്ല, മൈനസ് 7/4 ഹോൾ സ്ക്വയർ സീക്വൽ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ബ്രാക്കറ്റിന്റെ സ്ക്വയറിനുള്ളിൽ ഏതാണ് വാല്യൂ ഉള്ളത് അത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് ആണെങ്കിൽ ഇക്വേഷനിൽ ഇവിടെയും മൈനസ് വരും. ഓക്കെ, ഇത് പ്ലസ് ആണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് വരും, ഇവിടെ മൈനസ് ആണെങ്കിൽ എക്സ് മൈനസ് വരും. ഓക്കെ, അപ്പോൾ ഇത് എക്സ് മൈനസ് 7/4 ഹോൾ സ്ക്വയർ ബൈ മൊത്തം സ്ക്വയർ ആയി ഈ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതായി സീക്വൽ ടു ഇവിടെ ഓൾറെഡി എന്താണ് ഒരു 5/2 ഉണ്ട് അല്ലേ, പ്ലസ് ആരുണ്ട് ഒരു 7/4 ഹോൾ സ്ക്വയർ. നമുക്ക് ആ 7/4 ഹോൾ സ്ക്വയറിന് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. 5/2 പ്ലസ് 7/4 എന്താണ്? 7/4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 സ്ക്വയർ 49 ഡിവൈഡ് ബൈ 4 സ്ക്വയർ 16. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് പ്യുവർ മാത്സ് ആണ്. x മൈനസ് 7/4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5/2 പ്ലസ് 49/16. അപ്പോൾ ഇവിടെ 2ഉം 16ഉം കോമൺ ആണ്, അപ്പോൾ മാക്സിമം വാല്യൂ 16 എടുക്കുക. 16 ഇവിടെ 5 2 16 2 എത്ര ബാക്കിയുണ്ട്? 8 ടൈംസ് ബാക്കിയുണ്ട്. അപ്പോൾ അത് 5 × 8 പ്ലസ് 49. അത് x മൈനസ് 7/4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5 8 40 പ്ലസ് 49 ഡിവൈഡ് ബൈ 16. അപ്പോൾ അത് 89 ഡിവൈഡ് ബൈ 16. ഓക്കെ, 89 ഡിവൈഡ് ബൈ 16. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ക്വയർ അങ്ങ് ഒഴിവാക്കണം. സ്ക്വയർ അങ്ങ് ഒഴിവാക്കുമ്പോൾ രണ്ട് സൈഡിൽ എന്ത് ചെയ്യണം? റൂട്ട് ഇടണം. റൂട്ട് ഇട്ടാൽ ഇതിന് എക്സ് മൈനസ് 7/4 ബാക്കിയായി ആ സ്ക്വയർ എടുക്കും. ഈക്വൽ ടു റൂട്ട് 89 ഡിവൈഡ് ബൈ 16. ഓക്കെ, 89ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? അറിയില്ല. 81 ആണെങ്കിൽ പറയുന്നു 9 ആണെന്ന് അല്ലേ. 89ന് സ്ക്വയർ റൂട്ട് ഇല്ല, പക്ഷേ 16 സ്ക്വയർ റൂട്ട് ഉണ്ട്. എത്രയാണ്? 4. അപ്പോൾ നമുക്കിതിന് എക്സ് മൈനസ് 7/4 ഈക്വൽ ടു 89 റൂട്ട് ഇല്ലാത്തതുകൊണ്ട് റൂട്ട് 89 ഡിവൈഡ് ബൈ 16ന്റെ സ്ക്വയർ 4 ആക്കി എടുക്കാം. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇത് വായിക്കാം. x minus 7/4 is equal to root 89 divided by 4. ഇങ്ങനെ കിട്ടി. ഇത് നമുക്ക് എന്ത് ചെയ്യണം? എക്സിന് ഒരു ഭാഗത്ത് എടുത്തിട്ട് 7/4 ഈക്വൽ ടു അപ്പുറം കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണ് 16ന്റെ ഒരു പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ഓക്കെ, ഈ മൈനസ് 7/4 അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് 7/4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 89 ഡിവൈഡ് ബൈ 4. ഇവിടെ രണ്ടും എന്താണ്? 4 കോമൺ ആണ്. കോമൺ ആകുമ്പോൾ തന്നെ എന്തായി? എക്സ് ഇസ് ഈക്വൽ ടു 4 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 89. അപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂ ഉണ്ടാവും. ഒന്ന് 7 പ്ലസ് റൂട്ട് 89 ഡിവൈഡ് ബൈ 4ഉം ഒന്ന് 7 മൈനസ് റൂട്ട് 89 ഡിവൈഡ് ബൈ 4. അപ്പോൾ അതിന് 7 പ്ലസ് റൂട്ട് 89 ഡിവൈഡ് ബൈ 4 x is equal to 7 minus root 89 divided by 4. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലാത്ത
കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 2x² ആണ്. അപ്പോൾ ആ 2x² മാറ്റിയിട്ട് നമ്മൾ അവിടെ കോഎഫിഷ്യൻ്റ് എന്താക്കണം? 1 ആക്കണം. അത് 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തം ഇക്വേഷനെ 2 കൊണ്ട് അവിടെ എത്രയാണോ സംഖ്യ അത്രയും സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് സീനെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. b/2² അതിൻ്റെ വാല്യൂ നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യുക. അതിനിവിടെ എടുത്തിട്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആഡിങ് സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ഈക്വൽ ടു ഇപ്പുറത്തും അപ്പുറത്തും ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇതെന്തായി? a-b² എന്നുള്ള ഫോർമാറ്റിലേക്ക് എത്തി. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടുന്ന് എക്സിനെ എടുക്കുന്നു, ഇവിടെ 7/4 എടുക്കുന്നു. x - 7/4² ഈക്വൽ ടു ഇവിടെ 5/2 ഉണ്ട് പ്ലസ് 7/4² ഉണ്ട്. അതിനെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x - 7/4² ഈക്വൽ ടു 5/2 പ്ലസ് 7 സ്ക്വയർ 49, 4 സ്ക്വയർ 16. അഗൈൻ പിന്നെ നമ്മൾ ഡിവിഷനിൽ 40 + 49 / 16 ആയി. 40 + 49 എന്ന് പറഞ്ഞാൽ 89/16 ആണ്. ഞാൻ സ്ക്വയർ കളയുമ്പോൾ റൂട്ട് രണ്ട് ഭാഗത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x - 7/4 ഈക്വൽ ടു റൂട്ട് 89/16. 89 സ്ക്വയർ അല്ല, 16 സ്ക്വയർ ഉണ്ട്. അപ്പോൾ x - 7/4 ഈക്വൽ ടു റൂട്ട് 89/16 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു 4. അതിനെ നമ്മളൊന്ന് എക്സിനെ മാത്രം ഒരു ഭാഗത്ത് നിർത്തിയിട്ട്, കാരണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിനെ മാത്രം ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കോൺസ്റ്റൻറ്റിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ -7/4 അങ്ങോട്ട് പോകുമ്പോൾ +7/4 ആവും. അപ്പുറത്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് 89/4 എന്ന് ഉണ്ട്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സിൻ്റെ വാല്യൂ 7 + റൂട്ട് 89/4, ഇപ്പോൾ രണ്ടാമത്തെ വാല്യൂ 7 - റൂട്ട് 89/4. ഇങ്ങനെയാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. താങ്ക് യു.